അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിവിഷനാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിലെ ചാപ്റ്റർ 5 ആയ ലോസ് ഓഫ് മോഷനാണ് നമ്മളിന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ലോസ് ഓഫ് മോഷനിലെ പ്രീവിയസ് ഇയർ 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A bullet of mass 0.05 kg moving with a speed of 100 meter per second is brought to rest in 0.01 second. Find the impulse and average force. ഇമ്പൾസും ഫോഴ്സും ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. അപ്പോൾ ഇമ്പൾസിൻ്റെ ഫോർമുല, രണ്ട് ഫോർമുല നമുക്കറിയാം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം, അതൊരു ഫോർമുല. വേറൊരു ഫോർമുലയാണ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് വെച്ചാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം, PF മൈനസ് PI. ഫൈനൽ മൊമെൻറ്റം നമുക്ക് എങ്ങനെ എഴുതാം? MV. P ഈസ് ഈക്വൽ ടു MV ആണല്ലോ. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം V ഫൈനൽ വെലോസിറ്റി, അപ്പോൾ ഫൈനൽ മൊമെൻറ്റം MV. ഇനിഷ്യൽ മൊമെൻറ്റം MU. ഇവിടെ റെസ്റ്റ്, അവസാന റെസ്റ്റിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. മാസ് നമുക്ക് വന്നിട്ടുണ്ട് 0.05 kg. ഫൈനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 0, അതായത് ബുള്ളറ്റ് അവസാന റെസ്റ്റിലോട്ട് വരും. ആദ്യം ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് വന്നിട്ടുണ്ട് U ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇമ്പൾസ് നമുക്കറിയാം MV മൈനസ് MU. M കോമൺ എടുക്കാം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു V മൈനസ് U. ദാറ്റ് ഈസ് ഈക്വൽ ടു M എത്രയാണ്? 0.05 ഇൻറ്റു V എത്രയാണ്? 0. U എത്രയാണ്? 100. അപ്പം 0.05 ഇൻറ്റു 0 മൈനസ് 100 എന്ന് വരും. അപ്പോൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 100 എന്ന് വെച്ചാൽ മൈനസ് 100. മൈനസ് 100 ഇൻറ്റു 0.05 ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇമ്പൾസിൻ്റെ യൂണിറ്റ്. അപ്പം ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു ടൈമാണ് ഇമ്പൾസ്. അപ്പോൾ ഫോഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ടൈം നമുക്ക് 0.01 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടൈം നമുക്ക് ഇമ്പൾസിൻ്റെ താഴോട്ട് ഡിനോമിനേറ്റർ ആയിട്ട് കൊണ്ടുപോകാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇമ്പൾസ് നമ്മൾ കണ്ടുപിടിച്ചു -5 ഡിവൈഡ് ബൈ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 0.01, ദാറ്റ് ഈസ് ഈക്വൽ ടു -500 ന്യൂട്ടൺ. ഇതാണ് ആവറേജ് ഫോഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ ഹാമർ വെയിങ് 1 kg മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 20 meter per second സ്ട്രൈക്സ് ദ ഹെഡ് ഓഫ് എ നെയിൽ ഡ്രൈവിംഗ് 50 centimeter into a wooden wall. A. What will be the acceleration during the impact? B. Find the time during impact. C. Calculate the impulse. അപ്പോൾ നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനായിട്ട് തന്നേക്കുന്നത് ഫൈനൽ വെലോസിറ്റി 0, കാരണം ഹാമർ സ്വിങ് ചെയ്തിട്ട് ഉടനെ തന്നെ ഹാമർ റെസ്റ്റിലോട്ട് വരും. അതായത് സ്വിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാമർ റെസ്റ്റിലോട്ട് വരും. ഹാമറിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 20 meter per second ആണ്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ എത്ര ഡിസ്റ്റൻസ് ആണ് ഈ നെയിൽ ഡ്രൈവ് ചെയ്യുന്നത്, അതായത് 50 centimeter ആണ് ക്വസ്റ്റ്യൻ നമ്മൾ തന്നിട്ടുണ്ട്. S 50 centimeter. സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. അപ്പോൾ 50 centimeter ഈസ് ഈക്വൽ ടു 0.5 meter. നമുക്ക് മോഷൻ്റെ ഇക്വേഷൻ ഉണ്ട്. മറ്റേ മോഷൻ 1 dimension നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. V² ഈസ് ഈക്വൽ ടു U² + 2AS. V എത്രയാണ്? 0. അപ്പോൾ 0² ഈസ് ഈക്വൽ ടു U², അതായത് 20² + 2A ഇൻറ്റു S എത്രയാണ്? 0.5 meter. അപ്പം 0² ഈസ് ഈക്വൽ ടു 20² + 2A ഇൻറ്റു 0.5. 20² എത്രയാണ്? -400. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു 400 + 1A എന്ന് വരും. അപ്പോൾ 400 നമ്മൾ LHSലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -400 ആയി. 400 -400 ആയി. -400 ഈസ് ഈക്വൽ ടു 1A. അപ്പം A എത്രയായിരിക്കും? -400 meter per second. അപ്പോൾ നമുക്ക് ഇവിടെ 0² ഈസ് ഈക്വൽ ടു 400 + 2A ഇൻറ്റു 1, 0.5 ഇൻറ്റു 1 ആണ്. അപ്പോൾ 400 നമ്മൾ LHSലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -400 ആയി. -400 ഈസ് ഈക്വൽ ടു 1A. അപ്പോൾ A ഈസ് ഈക്വൽ ടു 400 meter per second. അപ്പോൾ അടുത്തത് B ക്വസ്റ്റ്യൻ ആണ്. ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. V ഈസ് ഈക്വൽ ടു U + AT. അങ്ങനെയുള്ള ഇക്വേഷൻ നമുക്കറിയാം. V0, U എന്ന് വെച്ചാൽ 20 ആണ്, പ്ലസ് AT. A എന്ന് വെച്ചാൽ -400, Aയുടെ യൂണിറ്റ് -400 meter per second സ്ക്വയർ ആണ് കേട്ടോ, അത് തെറ്റിപ്പോരുതേ. A നമുക്ക് തന്നിട്ടുണ്ട് -400 ഇൻറ്റു T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 0 ഈക്വൽ ടു 20 ഈ മൈനസ് പ്ലസ് മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ മൈനസ് ആവും. അപ്പോൾ 20 - 400T എന്ന് വരും. 400 -400T നമ്മൾ LHSലോട്ട് കൊണ്ടുവരുമ്പം +400T ആകും. അപ്പം 400T ഈസ് ഈക്വൽ ടു 20. T എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. T ഈസ് ഈക്വൽ ടു 20/400, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 സെക്കൻഡ്. അപ്പോൾ T നമുക്ക് കിട്ടി. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ: ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പം ഫോഴ്സ് ഇമ്പൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് നമുക്കറിയാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. F ഈസ് ഈക്വൽ ടു MA. ന്യൂട്ടൻ്റെ ലോ വഴി നമുക്ക് F ഈസ് ഈക്വൽ ടു MA നമുക്കറിയാം. മാസ് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇമ്പൾസ് ഈസ് ഈക്വൽ ടു MA ഇൻറ്റു T. ഫോഴ്സ് ഈക്വൽ ടു MA, അപ്പം ഇമ്പൾസ് ഈസ് ഈക്വൽ ടു MA ഇൻറ്റു T. അപ്പം ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എത്ര കിലോഗ്രാം ഹാമറിൻ്റെ വെയിറ്റ്? 1 ഇൻറ്റു -400. ആക്സലറേഷൻ -400 ഇൻറ്റു T. 0.05 സെക്കൻഡ് നമ്മൾ ഈ ഇവിടെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം
-20 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കിട്ടും. ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതാണ് ഇമ്പൾസ്. തേർഡ് ക്വസ്റ്റ്യൻ. A 20 kilogram shell is flying at 40 meter per second. When it explodes, its one part of 12 kilogram stops while the other part flies on. Find the velocity of the second part. അപ്പം സെക്കൻഡ് പാർട്ടിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം എക്സ്പ്ലോഷൻ നടക്കുന്നതിന് മുമ്പത്തെ ഡേറ്റ വെച്ച് നമുക്ക് മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ കണ്ടുപിടിക്കാം. മാസ് ഓഫ് ദ ഷെല്ല് വന്നിട്ടുണ്ട് 20 കിലോഗ്രാം. വെലോസിറ്റി ഓഫ് ദ ഷെല്ല് വന്നിട്ടുണ്ട്. മാസ് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് എഴുതി. വെലോസിറ്റി ഓഫ് ദ ഷെല്ല് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ട് എഴുതി. ക്യാപിറ്റൽ ലെറ്റർ എം ഈസ് ഈക്വൽ ടു 20 കിലോഗ്രാം ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ വി ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ നമുക്ക് എം വി എന്ന് എഴുതാം. പി ഈസ് ഈക്വൽ ടു എം വി ആണല്ലോ. അപ്പോൾ ഈ ഡേറ്റ വെച്ച് എക്സ്പ്ലോഷൻ നടക്കുന്നതിന് മുമ്പത്തെ മൊമെൻറ്റം നമുക്ക് എഴുതാം. അപ്പം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി, അത് 40 × 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നെക്സ്റ്റ് പാർട്ട് നമുക്ക് ആഫ്റ്റർ എക്സ്പ്ലോഷൻ നടന്നതിന് ശേഷം ഈ ഷെല്ല് 2 കഷ്ണങ്ങളായിട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മാസ് ഓഫ് ദ പാർട്ട് വിച്ച് സ്റ്റോപ്സ് ആഫ്റ്റർ ദ എക്സ്പ്ലോഷൻ 12 കിലോഗ്രാം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് സ്മോൾ M1 എന്ന് എടുക്കാം. M1 എന്ന് എടുക്കാം അതിനെ. മാസ് ഓഫ് ദ അതർ പാർട്ട്, അതായത് ആക്ച്വൽ മാസ് 20 ആണ്. അതിനകത്ത് നിന്ന് 12 ആണ് ഒരു പാർട്ട്. അപ്പോൾ മറ്റേ പാർട്ടിൻ്റെ മാസ് എത്രയായിരിക്കും? 20 - 12, അതായത് 8 കിലോഗ്രാം. അപ്പോൾ ഈ 8 കിലോഗ്രാമിന് നമുക്ക് M2 ആയിട്ട് എടുക്കാം. ആക്ച്വൽ മാസ് 20 ആണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ മാസ് 12 ആണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് എത്രയായിരിക്കും? 20 - 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ M2 ഈസ് ഈക്വൽ ടു 8. M1 എക്സ്പ്ലോഷൻ കഴിഞ്ഞ് M1 സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയിലായിരിക്കും. അപ്പോൾ വെലോസിറ്റി ഓഫ് M1 ഈക്വൽ ടു 0. അതിനെ V1 എന്ന് എടുക്കാം. വെലോസിറ്റി ഓഫ് M2 ഈക്വൽ ടു, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് V2 എന്ന് എടുക്കാം. നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമുക്കറിയാം. അതിന് മുമ്പ് നമുക്ക് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ കണ്ടുപിടിക്കാം. അതായത് M1 V1 പ്ലസ് M2 V2. M1 എത്രയാണ്? 12 ഇൻറ്റു V1 എത്രയാണ്? 0. M2 എത്രയാണ്? 8. നമ്മളിതെല്ലാം എഴുതിയിട്ടുണ്ട്. V2 എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം 12 × 0 പ്ലസ് 8 × V2. 12 × 0 എത്രയാണ്? 0. 8 × V2 എത്രയാണ്? 8 V2. അപ്പം 0 പ്ലസ് 8 V2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 V2. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വഴി അറിയാം. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ കൊളീഷൻ. അപ്പം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ നമ്മൾ കണ്ടുപിടിച്ചു. 800 ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ 8 V2. അപ്പോൾ നമുക്ക് V2 കിട്ടും 800/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. Therefore, the velocity of the second fragment is equal to 100 meter per second. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വെലോസിറ്റി. Fourth question. A hunter has a machine gun that can fire 20 gram bullets with a velocity of 250 meter per second. A 50 kilogram tiger springs at him with a velocity of 10 meter per second. How many bullets must the hunter fire per second into the tiger in order to stop it in its track? എത്ര ബുള്ളറ്റ്സ് ആണ്? അതായത് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡ് ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് നമുക്ക് ആവശ്യം വേണ്ട നമ്പറിനെ നമുക്ക് n എന്ന് എടുക്കാം. ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ്. അപ്പോൾ നമുക്ക് ഒരു ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ലെറ്റ് മാസ് ഓഫ് 1 ബുള്ളറ്റ് സ്മോൾ ലെറ്റർ m ഈസ് ഈക്വൽ 20 gram. 20 ഗ്രാമിന് നമ്മൾ SI യൂണിറ്റിലേക്ക്, അതായത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 കിലോഗ്രാം. വെലോസിറ്റി ഓഫ് 1 ബുള്ളറ്റ് തന്നിട്ടുണ്ട്. V സ്മോൾ ലെറ്റർ v ഈക്വൽ ടു 250 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു ബുള്ളറ്റ് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റമാണ്. അത് മൊമെൻറ്റം ഇമ്പാർട്ടഡ് ബൈ 1 ബുള്ളറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ m ഇൻറ്റു സ്മോൾ ലെറ്റർ v. സ്മോൾ ലെറ്റർ m നമുക്കറിയാം 0.02 ഇൻറ്റു v 250. അപ്പോൾ 250 ഇൻറ്റു 0.02 എന്ന് കിട്ടും. ഇത് 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഒരു ബുള്ളറ്റ് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റമാണ് 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ n ബുള്ളറ്റ് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റം എത്രയായിരിക്കും? n ഇൻറ്റു 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതായത് മൊമെൻറ്റം ഇമ്പാർട്ടഡ് ബൈ n ബുള്ളറ്റ്സ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു mv. ഒരു ബുള്ളറ്റ് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റമാണ് mv എങ്കിൽ n ബുള്ളറ്റ്, അതായത് ഒരു നമ്പർ ബുള്ളറ്റ് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് n ഇൻറ്റു mv. അപ്പം നമുക്കറിയാം മൊമെൻറ്റം ഇമ്പാർട്ടഡ് ബൈ 1 ബുള്ളറ്റ് എന്ന് വെച്ചാൽ 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. n ബുള്ളറ്റ് ഉള്ളപ്പം ഇമ്പാർട്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ 5n കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതാണ് n ബുള്ളറ്റ് ഉള്ളപ്പം ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റം. അടുത്ത് നമ്മൾ ടൈഗറിൻ്റെ കേസിലോട്ട് കിടക്കാം. മാസ് ഓഫ് ദ ടൈഗർ നമുക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം. വെലോസിറ്റി ഓഫ് ദ ടൈഗർ നമുക്ക് ക്യാപിറ്റൽ V എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ദ ടൈഗർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ M ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ V ആണ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 100, അല്ല 50 ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്ക്
പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വഴി നമുക്കറിയാം മൊമെൻറ്റം ഓഫ് എൻ ബുള്ളറ്റ്സ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ടൈഗർ. അത് ടൈഗറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ബുള്ളറ്റ്സിൻ്റെ മൊമെൻറ്റവും സ്റ്റോപ്പ് ചെയ്ത ടൈഗറിൻ്റെ മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റ് ഓഫ് എൻ ബുള്ളറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ എൻ ഇൻറ്റു എം വി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ടൈഗർ ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും, എൻ ഇൻറ്റു എം വി എത്രയാണ് നമുക്ക് കിട്ടിയേ? 5n ആണ്. അപ്പോൾ 5n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി എത്രയാണ് കിട്ടിയേ? 500. അപ്പോൾ 5n ഈസ് ഈക്വൽ ടു 500, n ഈസ് ഈക്വൽ ടു 500/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പം 100 bullets ആർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ടൈഗർ. 100 ബുള്ളറ്റ് വേണം നമുക്ക് ആ ടൈഗറിനെ സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പം 100 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Fifth question. A balloon has a mass of 50 gram of air. The air escapes from the balloon at a uniform rate with a velocity of 5 cm per second and the balloon shrinks completely in 2 seconds. Calculate the average force on the balloon. അതായത് ഫോഴ്സ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് നിൽക്കുന്ന ഡേറ്റ എഴുതാം. മാസ് ഓഫ് ദ ബലൂൺ അല്ലെങ്കിൽ മാസ് ഓഫ് ദ എയർ എം ഈക്വൽ ടു 15 gram. അപ്പോൾ ഗ്രാമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 gram എന്ന് വെച്ചാൽ 10⁻³ കിലോഗ്രാം ആണ്. അപ്പോൾ 15 gram എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആയിരിക്കും? 15 × 10⁻³ കിലോഗ്രാം ആയിരിക്കും. വെലോസിറ്റി നമുക്ക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് നിൽക്കുന്നത്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും? 5 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ വെലോസിറ്റി കൺവേർട്ട് ചെയ്യുമ്പോൾ, മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ടൈം തന്നിട്ടുണ്ട്, ടൈം ഈസ് ഈക്വൽ ടു 2 seconds. അപ്പോൾ നമുക്ക് ആദ്യം ഈ റേറ്റ് ഓഫ് ലോസ് ഓഫ് എയർ ഫ്രം ദ ബലൂൺ, അതായത് ഈ എയറിൻ്റെ മാസ് 1 സെക്കൻഡിൽ എത്രയാണ് നഷ്ടപ്പെടുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് dm/dt, റേറ്റ് ഓഫ് ലോസ് ഓഫ് എയർ ഫ്രം ദ ബലൂണ് നമുക്ക് dm/dt എന്ന് എഴുതാം. റേറ്റ് ഓഫ് ലോസ്, അതായത് dm/dt, റേറ്റ് ഓഫ് ലോസ് ഓഫ് മാസ് dm/dt. അപ്പം dm എത്രയാ? 15 × 10⁻³ കിലോഗ്രാം. മാസ് 15 × 10⁻³. dt എത്രയാ? ടൈം എത്രയാ? 2. t = 2 seconds നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം dm/dt 1 സെക്കൻഡിൽ ലോസ് ചെയ്യുന്ന കിലോഗ്രാം 7.5 × 10⁻³ ആണ്, കിലോഗ്രാമാണ് 1 സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ഫുള്ള് നഷ്ടപ്പെട്ടത് 15 × 10⁻³ ആണ്. ടോട്ടൽ ടൈം 2 ആണ്. 2 സെക്കൻഡിൽ 15 × 10⁻³ ആണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ 1 സെക്കൻഡിൽ എത്രയാണ് നഷ്ടപ്പെട്ടതെന്നാണ്? 7.5 × 10⁻³ കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം dp/dt. അപ്പോൾ മൊമെൻറ്റത്തിന് നമുക്ക് m × v എന്ന് എഴുതാമല്ലോ, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം dp/dt ഈസ് ഈക്വൽ ടു d/dt ഓഫ് m × v. അപ്പോൾ നമുക്ക് വെലോസിറ്റി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും, f ഈസ് ഈക്വൽ ടു v നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോഴേക്കും v × dm/dt എന്ന് കിട്ടും. വെലോസിറ്റി ഇൻറ്റു dm/dt, v പുറത്തോട്ട് എടുക്കുമ്പോൾ v × dm/dt. dm/dt നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു. വെലോസിറ്റി നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യമേ ഡേറ്റ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെലോസിറ്റി 5 × 10⁻² ഇൻറ്റു dm/dt 7.5 × 10⁻³. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും, ഫോഴ്സ് ഈസ് ഈക്വൽ ടു 37.5 × 10⁻⁵ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റും 6th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ബോഡി ഓഫ് മാസ് 10 kg and velocity 5 meter per second collides with another body of mass 8 kg at rest. After collision, both bodies stick to each other. Find the velocity after collision, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ v. Find ക്യാപിറ്റൽ ലെറ്റർ v. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ v ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. നമുക്കൊരു ആദ്യം ഇങ്ങനെയുള്ള മൊമെൻറ്റത്തിൻ്റെ കൊള്ളിഷൻ്റെ പ്രോബ്ലംസ് ചോദിക്കും. നമുക്ക് ആദ്യം ഡയഗ്രാം വരയ്ക്കണം. ഇത് ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി. ഫസ്റ്റ് ബോഡിയുടെ മാസ് എത്രയാണ്? 10 kg. സെക്കൻഡ് ബോഡിയുടെ മാസ് എത്രയാണ്? 8 kg. ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്? 5 meter per second. സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 meter per second. ഇത് രണ്ടും കൂട്ടിയിടിച്ചതിന് ശേഷം ഈ രണ്ട് ബോഡിയും ഒരുമിച്ച് ഒട്ടിയിരുന്നിട്ട് വി എന്ന് പറഞ്ഞൊരു കോമൺ വെലോസിറ്റിയിൽ നീങ്ങും. അതാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡേറ്റ എടുത്ത് എഴുതാം. ആദ്യം ബിഫോർ കൊള്ളിഷൻ, ഇടിക്കുന്നതിന് മുമ്പ് m1 അതായത് ഫസ്റ്റ് ബോഡിയുടെ മാസ് എത്രയാണ്? 10 kg. v1 അതായത് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്? 5 meter per second. ഇതെല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്തത് m2, സെക്കൻഡ് ബോഡിയുടെ മാസ് എത്രയാണ്? 8 kg. സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്? അത് റെസ്റ്റിലാണ്, സെക്കൻഡ് ബോഡി സെറ്റ് റെസ്റ്റ്, അതുകൊണ്ട് 0 meter per second. അപ്പോൾ നമുക്ക് കൊള്ളീഷന് മുമ്പുള്ള മൊമെൻറ്റം കണ്ടുപിടിക്കാം. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊള്ളീഷൻ ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 × 5. m1 v1 10 × 5 പ്ലസ് 8 × 0. 8 × 0 എത്രയാണ്? 0. 10 × 5 എത്രയാണ്? 50 ആണ്.
അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് നമുക്ക് ആഫ്റ്റർ കൊളീഷൻ നോക്കാം. കൊളീഷൻ നടന്നതിന് ശേഷം ഈ രണ്ട് ബോഡിയും ഒരു കോമൺ വെലോസിറ്റി ആയിട്ട് നീങ്ങും. അതിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് വിളിക്കാം. M1 10 കിലോഗ്രാം, V1 V മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വെലോസിറ്റി, കോമൺ വെലോസിറ്റി. M2 8 കിലോഗ്രാം, V2 V മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് രണ്ടും ഒരേ വെലോസിറ്റിയാണ്, കോമൺ വെലോസിറ്റിയാണ്. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. M1 ക്യാപിറ്റൽ ലെറ്റർ V പ്ലസ് M2 ക്യാപിറ്റൽ ലെറ്റർ V. നമുക്ക് V പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും M1 പ്ലസ് M2 ഇൻറ്റു V. M1 എത്രയാ 10, M2 എത്രയാ V. അപ്പം 10 പ്ലസ് 8 ഇൻറ്റു V എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വൽ ടു 18V. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആഫ്റ്റർ കൊളീഷൻ 18V. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പത്തെ രണ്ട് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് 15 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതായത് 50 ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എത്രയാണ് 18V ആണ് ആഫ്റ്റർ കൊളീഷനുള്ള ടോട്ടൽ മൊമെൻറ്റം. അപ്പോൾ നമുക്ക് V കണ്ടുപിടിക്കാം. V ആണ് നമ്മളോട് ഈ ക്വസ്റ്റിന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. V ഈക്വൽ ടു ഈ 18 ഇങ്ങോട്ട് കൊണ്ടുവരും, 18 LHSലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈസറായിട്ട് മാറും 50യുടെ. V ഈസ് ഇക്വൽ ടു 50/18, അതായത് 2.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി 2.8 മീറ്റർ പെർ സെക്കൻഡ്.